ആദ്യം ശ്രീ എൻ പി ചെക്കുട്ടിയിലേക്ക് ഞാൻ പോകുന്നു. ശ്രീ എൻ പി ചെക്കുട്ടി, സുജിത്ത് എന്നൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ മണ്ഡലം പ്രസിഡന്റിന്റെ മുഖത്ത് പോലീസ് അടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതിനപ്പുറമുള്ള മർദ്ദനം CCTV ഇല്ലാത്ത ഭാഗത്തുണ്ടായിരുന്നു എന്നതാണ് സുജിത്ത് പറഞ്ഞിട്ടുള്ളത്. ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നത് തന്നെ സുജിത്തിന്റെ നിയമ പോരാട്ടത്തിനൊടുവിലാണ്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കേരളം കണ്ടിട്ട് ഇന്നേക്ക് 8 ദിവസമാവുകയാണ്. ഇതുവരെ ആഭ്യന്തരമന്ത്രി ഇതിൽ പ്രതികരിച്ചിട്ടില്ല. തുടരെ എത്ര പ്രതികരണങ്ങൾ ഇപ്പോൾ കണ്ടു. അല്പം മുമ്പ് ഈ ഡിബേറ്റ് തുടങ്ങും മുമ്പ് കണ്ട വൃദ്ധന്റെ പ്രതികരണവും അങ്ങ് കണ്ടതാണല്ലോ. എന്തുകൊണ്ടായിരിക്കാം ആഭ്യന്തരമന്ത്രിയുടെ മൗനം? മൗനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടൊക്കെ അദ്ദേഹം യഥാർത്ഥത്തിൽ റിയാക്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. കാരണം ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം സംഗതികൾ ഒരിക്കലും വെച്ച് പൊറുപ്പിക്കുകയില്ല എന്ന് വളരെ കർശനമായിട്ട് പറയേണ്ട സമയമാണിത്. അദ്ദേഹം പലതവണ മുൻകാലങ്ങളിലൊക്കെ തന്നെ കർശനമായ നിലപാടുകൾ എടുത്തിരുന്ന വ്യക്തിയുമാണ്. പക്ഷേ ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് സംവിധാനത്തെ വളരെ വ്യാപകമായിട്ട് തങ്ങളുടെ രാഷ്ട്രീയവും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളുടെ ഒരു വലിയ സംഘം എന്ന് കേരള പോലീസിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുണ്ട്. അതിൽ നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരുപാട് കേസുകളുണ്ട്. ഇപ്പം DGP ആയിട്ട് അദ്ദേഹം പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ അജിത് കുമാർ അടക്കമുള്ള ആളുകൾ, അത്തരം വളരെ കളങ്കിതരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ഫോഴ്സിൻ്റെ ക്രിട്ടിക്കൽ പൊസിഷനിലൊക്കെ ഉണ്ട്. അവരുടെ സംരക്ഷണം കിട്ടുന്ന ആളുകളാണ് ഈ ഇപ്പോൾ പോലീസ് സേനയിലെ ഈ കൃത്യനിർവഹണത്തിൽ ലോ ആൻഡ് ഓർഡർ പൊസിഷനിലിരിക്കുന്ന അധികം പേരും. അപ്പോൾ അതുകൊണ്ട് കർശനമായ നിലപാടിലേക്ക് പോകാൻ കഴിയാത്ത വിധം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തങ്ങളുടെ സ്വന്തം കരങ്ങൾ ബന്ധിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയമായിട്ട് ഉള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, എതിരാളികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോഴ്സിനെ ഉപയോഗിക്കുമ്പോൾ ഫോഴ്സിൻ്റെ മേൽ നിങ്ങൾക്കൊരു മോറൽ റൈറ്റ് ഇല്ലാതെ പോവുകയാണ്. ഇതാണ് ഇന്ന് മുഖ്യമന്ത്രി നേരിടുന്ന ഒരു പ്രശ്നം. തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്ന ഒരു സർക്കാർ, ജനങ്ങളെ നേരിടാൻ പോകുന്നൊരു സർക്കാർ, തങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഗെയിൻസിനെ കുറിച്ച് പറയാതെ പട്ടാളത്തെയും പോലീസിനെയും വെച്ചുകൊണ്ട് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് ആളുകളെ അടിമപ്പെടുത്തിക്കൊണ്ട് വിജയം നേടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പം നടത്തുന്നത്. അപ്പം അതിന് സ്വാഭാവികമായിട്ട് ഒരു പ്രതികരണമാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ പൊസിഷൻ എടുക്കാൻ കഴിയാത്തൊരു അന്തരീക്ഷം ഉണ്ടായെന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് എല്ലാ കാലത്തും പോലീസിനെ ഇങ്ങനെ കയറൂരി വിടുന്നൊരു ശീലം ഈ കഴിഞ്ഞ 2 സർക്കാരുടെ കാലത്തുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ 9 മനുഷ്യരെ ഏകപക്ഷീയമായിട്ട് വെടിവെച്ച് കൊന്ന സംഭവത്തിൽ സാധാരണ നിലയിൽ നടക്കേണ്ട അന്വേഷണങ്ങളൊന്നും കേരളത്തിൽ നടന്നിട്ടില്ല. നക്സലൈറ്റുകൾ എന്നുള്ള പേരിലാണ് വെടിവെച്ചു എന്നുള്ളത്. ആരെ വെടിവെച്ച് വന്നു കഴിഞ്ഞാലും അതിശക്തമായ നടപടികൾ വരേണ്ടതാണ് ഈ ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ടുള്ള എന്താ പറയുക ബലപ്രയോഗം എന്നുള്ളത് ഒരു കൾച്ചറാക്കി ഈ സർക്കാർ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തങ്ങളിലൊന്ന് പോലീസ് ഒരു ചോദിക്കാനും പറയാനും ആളുകളില്ലാത്ത, ഒരു തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തൊരു ഫോഴ്സായി മാറി. ആ ഒരു ദുരന്തമാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. LDF-ലെ മറ്റു ഘടകകക്ഷികൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നതും പ്രധാനമാണല്ലോ. നേരത്തെ ബിനോയ് വിശ്വത്തിന്റെ ഒരു പ്രതികരണം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ മർദ്ദക സേനയായി മാറരുത് എന്നുള്ള പ്രതികരണമൊക്കെ കണ്ടു. പക്ഷേ ഇപ്പോൾ CPM സമ്മേളനം നടക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിന് ഗുഡ് സർട്ടിഫിക്കറ്റാണ് നൽകിയിട്ടുള്ളത്. നേരത്തെ അങ്ങ് പറഞ്ഞ മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ശക്തമായി പ്രതികരിച്ചത് മുന്നണിയിലെ തന്നെ CPI ആയിരുന്നു എന്നുള്ളതും അക്കാലത്ത് വലിയ ചർച്ചയായി വലിയ വാർത്തയൊക്കെ ആയ കാര്യങ്ങളാണ്. പക്ഷേ ഇത്തവണ ഈ സമയത്ത് ഇപ്പോൾ CPIയുടെ സമ്മേളനം നടക്കുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര വകുപ്പുമായി തട്ടിച്ചു നോക്കുമ്പോൾ കേരളം എവിടെ നിൽക്കുന്നു എന്നൊരു വിലയിരുത്തലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സർക്കാരിന് LDF-നകത്ത് മറ്റ് ഘടകകക്ഷികളും ചോദ്യം ചെയ്യുന്നില്ല. ഇതിനകത്ത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം കണ്ടിട്ടേയില്ല. അപ്പോൾ ഈ പ്രതികരണം മറുപടി അർഹിക്കുന്നില്ലേ ഇവിടുത്തെ ജനം? അല്ല, ഇതിൻ്റെ പ്രശ്നം യഥാർത്ഥത്തിൽ CPI-യിൽ കാനം രാജേന്ദ്രൻ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് അവർ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശക്തമായിട്ടുള്ള പാരമ്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അതിശക്തമായൊരു പൊസിഷനാണ് എടുത്തത്. നക്സലൈറ്റുകളുടെ രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടാവും. പക്ഷേ വിയോജിപ്പുള്ള ആളുകളെ മുഴുവൻ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആക്സെപ്റ്റബിൾ അല്ല എന്ന പൊസിഷൻ അവരെടുത്തിരുന്നു. പക്ഷേ അതിനുശേഷം കാനം അടക്കമുള്ള ആളുകൾ പല കാര്യങ്ങളിലും കീഴടങ്ങുന്ന അവസ്ഥയുണ്ടായി. ആ ഒരു കീഴടങ്ങിയ ഒരു CPI രാഷ്ട്രീയമായിട്ട് തങ്ങളുടെ രാഷ്ട്രീയ
രാഷ്ട്രീയമായിട്ട് തങ്ങളുടെ അസ്തിത്വം ബലി കഴിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ആ CPIയുടെ തലപ്പത്താണ് ഇപ്പോൾ ബിനോയ് വിശ്വം ഉള്ളത്. ബിനോയ് വിശ്വത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ശക്തമായ നിലപാടെടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് എനിക്കറിയില്ല. മാത്രമല്ല അവരുടെ രേഖയിൽ എന്താ ഉള്ളതും എനിക്കറിയില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഒരു തിരുത്തൽ ശേഷി നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്തുള്ള മറ്റു പാർട്ടികൾക്കുണ്ട്. നിർഭാഗ്യവശാൽ കേരളത്തിൽ CPI അടക്കമുള്ള കക്ഷികൾ. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു കൃഷ്ണൻകുട്ടി ചില വിഷയങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് തോന്നുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളല്ല. പക്ഷേ എന്നിരുന്നാലും വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഈ മുന്നണിക്കകത്ത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് ജനങ്ങളുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരെങ്കിലും സംസാരിക്കുന്നത്. CPI ഇപ്പോൾ ആ തരത്തിലുള്ള എല്ലാ രാഷ്ട്രീയ നിലപാടുകളും മാറ്റി വെച്ചിട്ടുണ്ട്. അവർക്ക് അധികാരം കിട്ടുക എന്നതിനപ്പുറം മറ്റൊരു ചിന്തയും ഇല്ല എന്ന് മാത്രമേ നമുക്കറിയൂ. ജനങ്ങളോട് അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അവർ ഈ നിലക്കല്ല പെരുമാറേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് കാണുന്നില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.